ഹായ് ഫ്രണ്ട്സ്, ഇന്ന് നമ്മൾ ഉണ്ടാക്കാൻ പോകുന്നത് ഒരു വെജിറ്റബിൾ നൂഡിൽസ് ആണ്. ഈ നോമ്പ് തുറയ്ക്ക് കുട്ടികൾക്കൊക്കെ ഇഷ്ടപ്പെടുന്ന വിധത്തിൽ ഒരു നൂഡിൽസ് നമുക്കിന്ന് ഉണ്ടാക്കി കൊടുക്കാം. നമുക്ക് ആദ്യമേ ഈ നൂഡിൽസ് ഒന്ന് വേവിച്ചെടുക്കണം. അതിനുവേണ്ടി ഞാൻ ഒരു പാത്രത്തിലേക്ക് 2 ലിറ്റർ വെള്ളം എടുത്തു വെച്ചിട്ടുണ്ട്. ഇതിലേക്ക് നമുക്ക് കുറച്ച് ഉപ്പ് ചേർത്ത് കൊടുക്കാം. അതിലേക്ക് 1 ടേബിൾ സ്പൂൺ എണ്ണയും കൂടെ ഒഴിച്ചു കൊടുക്കാം. ഇതൊന്ന് ചൂടായി വരുമ്പോൾ നമുക്കിതിലേക്ക് നൂഡിൽസ് ചേർത്ത് കൊടുക്കാം. ഞാനിവിടെ 2 പാക്കറ്റ് നൂഡിൽസ് ആണ് ഇട്ട് കൊടുക്കുന്നത്. നമുക്ക് ഇഷ്ടമുള്ള നൂഡിൽസ് ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. ഈ 2 പാക്കറ്റ് നൂഡിൽസ് ഇട്ടതിന് ശേഷം നമുക്കിതൊന്ന് വേവിച്ചെടുക്കാം. കുട്ടികൾക്കൊക്കെ ഏറ്റവും കൂടുതൽ ഇഷ്ടമുള്ള ഒരു സാധനമാണ് ഈ നൂഡിൽസ്. നോമ്പുതുറയ്ക്ക് അവർക്ക് ഇഷ്ടമുള്ള രീതിയിൽ നമുക്ക് ഇതുപോലെ ഒരു നൂഡിൽസ് ഉണ്ടാക്കി കൊടുക്കാം. നമ്മുടെ നൂഡിൽസ് ഒക്കെ വെന്തു വന്നിട്ടുണ്ട്. നമുക്കിതിനും ഒരു അരിപ്പ പാത്രത്തിലേക്ക് ഊറ്റിയെടുക്കാം. ഇനി നമുക്കതിന്റെ മസാല തയ്യാറാക്കാം. അതിനുവേണ്ടി ഒരു പാത്രത്തിലേക്ക് 2-3 ടേബിൾ സ്പൂൺ എണ്ണ ഒഴിച്ചു കൊടുക്കാം. ഇതിലേക്ക് നമുക്കൊരു 3-4 വെളുത്തുള്ളി ചെറുതായിട്ട് അരിഞ്ഞിട്ട് കൊടുക്കാം. ഇതൊന്ന് വഴറ്റിയെടുക്കാം. അതിനുശേഷം ഇതിലേക്ക് ഒരു സവോളയും കൂടെ അരിഞ്ഞു ചേർത്തിട്ട് നമുക്കിതുപോലൊന്ന് വഴറ്റിയെടുക്കാം. ഈ സവോള ഒന്ന് വഴന്നു കഴിയുമ്പോൾ ഇതിലേക്ക് നമുക്ക് കുറച്ച് ബീൻസ് ചേർത്ത് കൊടുക്കാം. ബീൻസ് ഇതുപോലെ നീളത്തിലാണ് അരിഞ്ഞു കൊടുത്തേക്കുന്നത്. ഈ ബീൻസ് ചേർത്ത് ഒന്ന് വഴറ്റിയെടുക്കാം. 2 മിനിറ്റ് ഇതുപോലെ നമുക്ക് വഴറ്റി കൊടുക്കാം. അതിനുശേഷം ഇതിലേക്ക് ക്യാരറ്റ് ചേർത്ത് കൊടുക്കാം. ഇതുപോലെ ക്യാരറ്റ് നീളത്തിലാണ് അരിഞ്ഞെടുത്തേക്കുന്നത്. ഇതും കൂടെ ചേർത്തിട്ട് നമുക്കൊന്ന് വഴറ്റിയെടുക്കാം. ഈ ക്യാരറ്റും ബീൻസും എല്ലാം ഒന്ന് നന്നായിട്ടൊന്ന് വഴന്നു വന്നാൽ മതി. ഇതിലേക്ക് നമുക്ക് ക്യാപ്സിക്കം ചേർത്ത് കൊടുക്കാം. ഞാനിവിടെ റെഡും യെല്ലോയും കളറിലെ ക്യാപ്സിക്കമാണ് ചേർത്ത് കൊടുക്കുന്നത്. ക്യാപ്സിക്കം ഇതുപോലെ നീളത്തിൽ അരിഞ്ഞിട്ട് നമുക്ക് കൊടുക്കാം. ഇതും കൂടെ വഴറ്റിയെടുക്കാം. ക്യാപ്സിക്കം ചേർത്തിട്ട് ഒരുപാട് വഴറ്റണ്ട, നമുക്കിതൊന്ന് വഴറ്റിയെടുത്താൽ മതി. ഇതിലേക്ക് നമുക്ക് ഒരു 2 ചിക്കൻ ക്യൂബ്സ് ഇട്ട് കൊടുക്കാം. മാഗിയുടെ ചിക്കൻ ക്യൂബ്സ് ആണ് ഞാൻ ഇട്ട് കൊടുത്തേക്കുന്നത്. ഇതും കൂടെ ചേർത്തിട്ട് നമുക്കിതൊന്ന് വഴറ്റിയെടുക്കാം. ഇതിലേക്ക് നമുക്ക് സോസ് ഒഴിച്ചു കൊടുക്കാം. ഞാനിവിടെ ഒരു 2 ടേബിൾ സ്പൂൺ ടൊമാറ്റോ സോസ് ചേർത്ത് കൊടുക്കുന്നു. ഒരു 1.5 ടേബിൾ സ്പൂണോളം സോയാ സോസും കൂടെ ഒഴിച്ചു കൊടുക്കുന്നു. ഈ ടൊമാറ്റോ സോസും സോയാ സോസും കൂടെ ചേർത്തിട്ട് നമുക്കിതൊന്ന് വഴറ്റിയെടുക്കാം. നമ്മൾ ചിക്കൻ സ്റ്റോക്ക് ഇട്ടതിൽ ഉപ്പുണ്ട്, സോയാ സോസ് ഒഴിച്ചാലും ഉപ്പുണ്ട്. ഇതെല്ലാം കൂടെ ചേർക്കുമ്പോൾ ആവശ്യത്തിനുള്ള ഉപ്പുണ്ട്. ഉപ്പ് വേണമെങ്കിൽ മാത്രം ചേർത്ത് കൊടുക്കാം. ഇതെല്ലാം വഴറ്റിയതിന് ശേഷം ഇതിലേക്ക് നമ്മൾ നേരത്തെ വേവിച്ച് വെച്ചേക്കുന്ന നൂഡിൽസ് ചേർത്ത് കൊടുക്കാം. ഈ നൂഡിൽസും കൂടെ ചേർത്തിട്ട് നമുക്കിതൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. ആ വെജിറ്റബിൾസും സോസും എല്ലാം നമ്മുടെ ഈ നൂഡിൽസിൽ മിക്സായി വരണം. ഇതുവരെ നമുക്കിതൊന്ന് വഴറ്റി കൊടുക്കാം. ഞാനിവിടെ വെജിറ്റബിൾസ് ചേർത്തിട്ടാണ് ഉണ്ടാക്കിയേക്കുന്നത്. അതിന് പകരമായിട്ട് നമുക്ക് വേണമെങ്കിൽ എഗ്ഗും ചിക്കനും ഒക്കെ ചേർത്തിട്ട് ഉണ്ടാക്കാം. ഇതെല്ലാം നല്ലതായിട്ട് വഴറ്റിയതിന് ശേഷം ഇതിലേക്ക് നമുക്ക് കുറച്ച് സ്പ്രിംഗ് ഒനിയൻ ഇട്ട് കൊടുക്കാം. അതിലേക്ക് 2-3 ടേബിൾ സ്പൂൺ സ്വീറ്റ് കോണും കൂടെ ചേർത്ത് കൊടുക്കാം. ഇതും കൂടെ ചേർത്തിട്ട് നന്നായിട്ടൊന്ന് വഴറ്റി കൊടുക്കാം. ഈ നൂഡിൽസും വെജിറ്റബിൾസും എല്ലാം കൂടെ നന്നായിട്ട് മിക്സായി വരണം. അതുവരെ നമുക്കിതൊന്ന് വഴറ്റി കൊടുക്കാം. നമ്മുടെ വെജിറ്റബിൾ നൂഡിൽസ് റെഡിയായി. അതിനെയും ഒരു സെർവിംഗ് പ്ലേറ്റിലെടുത്ത് സെർവ് ചെയ്യാം. എല്ലാവരും ഇത് ഉണ്ടാക്കി നോക്കണം. ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, കമന്റ് ചെയ്യണം. എന്റെ ചാനൽ ഇതുവരെയായിട്ട് സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ല എങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യണം. താങ്ക്